ഹായ്, ഇന്ന് വെറും ഒരു 10 മിനിറ്റിൽ നമുക്കൊരു സൂപ്പർ ടേസ്റ്റി ഹെൽത്തി പാസ്ത തയ്യാറാക്കിയാലോ? ഞാനിവിടെ കുക്കറിലാണ് പാസ്ത വേവിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. 1 കപ്പ് വെള്ളവും ഞാനിവിടെ 150 ഗ്രാം പാസ്തയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ ഈ പാസ്ത തമ്മിൽ ഒട്ടിപ്പോവാതിരിക്കാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് ഗ്യാസ് കത്തിക്കാം. അടച്ചു വെച്ച് ഒരു വിസിൽ മതി കേട്ടോ. ഒന്നിൽ കൂടുതലായിപ്പോയി ആ പാസ്ത ഭയങ്കരമായിട്ട് വെന്തു പോകും. അതുകൊണ്ട് ഒരു വിസിൽ മതി. ഒരു വിസിൽ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് അപ്പം തന്നെ തുറന്ന് വയ്ക്കണേ. എന്നിട്ടത് ആറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. വെജിറ്റബിൾസ് ആയിട്ട് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, സവോള, തക്കാളി, പച്ചമുളകാണ്. പിന്നെ ക്യാപ്സിക്കവും ക്യാരറ്റും വേണം കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക്, ഞാനിവിടെ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് നെയ്യാണ് ആഡ് ചെയ്യുന്നത്. നെയ്യ് ആഡ് ചെയ്താൽ സെയിം ടേസ്റ്റ് തന്നെ കിട്ടും. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന ക്യാപ്സിക്കവും ക്യാരറ്റും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാവേ. ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കാം. നമുക്കിത് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. വെജിറ്റബിൾസ് ഒന്നും ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ടായേ. എന്നിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യാം, പച്ചമുളക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കണം. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഒന്നും ഒത്തിരി വെന്ത് ഒടിഞ്ഞു പോകല്ലേ. ഇതിലേക്ക് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ പൊടികളായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാവേ. നമുക്കൊരു പാനിലേക്ക് നെയ്യ് ചേർക്കാം. അതിൻ്റെ കൂടെ ഞാനിവിടെ മൈദയല്ല എടുത്തിരിക്കുന്നത്, ആട്ടയാണേ. ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ആ നെയ്യിൽ ആ മൈദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് 1 കപ്പ് പാൽ ഞാൻ ആദ്യം ചേർക്കുന്നുണ്ട്. 1 കപ്പ് പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 1 കപ്പ് പാലും കൂടി ചേർക്കാം. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ കട്ട കെട്ടി കിടക്കുന്നതൊക്കെ നമുക്ക് മാറ്റണം. ഇതിപ്പോൾ കട്ട മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ആറിക്കഴിയുമ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ചൂടാക്കി വെച്ചിരുന്നില്ലേ മുളകും, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതെല്ലാം മിക്സിയുടെ ജാറിൽ ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് കണക്കി അരച്ചെടുത്ത് അതിലേക്ക് ചേർക്കാം. അല്പം ലൂസാക്കണം. അപ്പോൾ ജാറിൽ നമുക്ക് ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിച്ചാൽ മതി. അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന പാസ്ത ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. വെജിറ്റബിൾസും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ സോസ്, ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്താൽ മതി. ആഡ് ചെയ്താൽ ഇച്ചിരി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.